അപ്പോ അസിസ്റ്റന്റ് ഡയറക്ടർ ആയത് അഭിനയത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണോ? അതും വഴി കൂടിയാണോന്നല്ല, വഴി മാത്രമാണ്. ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ജിതിൻ, ഗിരീന വരണ എന്റെ മനസ്സിൽ. ജിതിന്റെ അടുത്ത പ്രൊജക്ട്സ് എന്താ? അടുത്ത പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ 18-ാം പടിക്ക് ശേഷം ഞാൻ അഭിനയിച്ചത് കമൽ സാർ ഡയറക്റ്റ് ചെയ്യുന്ന പ്രണയ മീനുകളുടെ കടൽ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് വിനായകൻ ചേട്ടൻ, പിന്നെ പുതിയ ഒരാൾ ഗബ്രി, ഇവരൊക്കെയാണ് എന്താ പറയുക ലീഡ് റോൾസ് ഉള്ളത്. അപ്പോൾ എനിക്ക് വൺ ഓഫ് ദ ഫൈനസ്റ്റ് റോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എടക്കാട് ബറ്റാലിയൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ടോവിനോടുകൂടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഞ്ഞാലി മരിക്കാർ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ചെറിയൊരു വേഷം, അതായത് ഒരു സീനേ ഉള്ളൂ. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ പ്രിയദർശനാണ്. അതിപ്പോൾ ആര് ഡയറക്റ്റ് വന്നാലും ഞാനൊരു കാഞ്ചീപുരം വെച്ച് ചെക്ക്മേറ്റ് വെക്കാനുള്ളൊരു എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാവില്ലേ സിനിമ. ഐ മീൻ കാണുന്ന പോലെ കാണാൻ തോന്നിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊരു സീനെങ്കിൽ ഒരു സീൻ ഞാൻ ഡെവലപ്പാണ്. അത് ഏതൊരു ആക്ടറും ആഗ്രഹിക്കണ ഒരു കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ, പ്രിയൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്? ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. പ്രിയൻ സാറിൻ്റെ എൻ്റെ പേഴ്സണൽ ആഗ്രഹമാണ്. പലർക്കും പലരായിരിക്കണം. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ? ഇഷ്ടംപോലെ ഉണ്ട്. നേരിട്ടല്ല, പക്ഷേ ഇൻ്റർവ്യൂസിൽ നേരിട്ട് അങ്ങനെയൊന്നും അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ഷൂട്ടിൻ്റെ സമയത്ത് പോയിട്ട് നന്നായി ചെയ്തു കേട്ടോ, നമുക്ക് അടുത്ത കുറച്ചുകൂടെ നല്ലൊരു വേഷം ചെയ്യാം എന്നൊക്കെ. ഓക്കെ സന്തോഷം. അച്ഛൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിലായിക്കോട്ടെ പ്രൊഫഷൻ ആയിക്കോട്ടെ? 100%. അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരു അച്ഛന് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് ഡെലിബറേറ്റ് അല്ല, ഭയങ്കര ഓർഗാനിക് ആണ്. അത് സംഭവിച്ചു പോകുന്ന അതെന്തായാലും ഉണ്ടാവും. ഒരു അച്ഛൻ്റെ എന്താ പറയുക, അതെന്തായാലും ഉണ്ടാവില്ല, ഒരു റെഫറൻസ് മകനും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ എനിക്കും അച്ഛനും തമ്മിലുണ്ട്. അച്ഛൻ എന്തെങ്കിലും സ്പെഷ്യലി പറഞ്ഞു തന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഇപ്പോഴും സൂക്ഷിച്ചു കൊണ്ട് നടക്കണതൊക്കെ ഉണ്ടോ? എന്താണ്? ഈ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, ഇപ്പോൾ ഒരു ചായക്കടക്കാരനാവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല 10 ചായക്കട ഉള്ള ഒരാളാവണം. അപ്പോൾ ഒരു ആക്ടർ ആകുമ്പോഴും ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്താവും അറിയില്ല. ഒരു ആക്ടർ ആകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല 10 ആക്ടേഴ്സ് ഒരാളാവണമെന്നാണ് എൻ്റെ ഫൈനൽ ആഗ്രഹം. അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തൂല്ലോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അച്ഛൻ്റെ അനുഗ്രഹം എത്താണ് വേറെ വഴിയില്ല. എനിക്ക് പ്ലാൻ ബി ഇല്ല. ഇല്ലില്ല. അപ്പൊ നമ്മൾ തന്നെ കഷ്ടപ്പെടണം. വസ്തു ഭാഗമില്ല, ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇപ്പൊ 18-ാം പടിയിൽ എത്തിയത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് 18-ാം പടിയുടെ ഓവറോൾ എക്സ്പീരിയൻസ്, കൂടെ ഒരുപാട് നല്ല കുട്ടികള്, ഈ ഫ്രണ്ട്ഷിപ്പ്. നേരത്തെ പറഞ്ഞ പോലെ ചന്തുനാഥിന്റെ ഒരു ഗ്രൂമിങ് സെഷൻ 5 ദിവസമായിരുന്നെങ്കിൽ 18-ാം പടിയുടെ ഒരു ഗ്രൂമിങ് സെഷൻ ഓവർ 1.5 years ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്നു, അവിടെ ഞങ്ങൾക്കൊരു വീടെടുത്ത് തന്നിട്ടുണ്ട്. ചില്ലെന്ന് ഞങ്ങൾ വീട്ടിന് പേരിട്ടേക്കുന്നത്, ശങ്കരേട്ടൻ ഇട്ട പേരാണ്. അപ്പോൾ ആ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസം. ഷൂട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 10-15 പേര് എപ്പോഴും അവിടെ ഉണ്ടാവും കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അപ്പോൾ ആ പൂജപ്പുര കോളേജിലെ ചേട്ടന്മാരും ചേച്ചിമാരും, അല്ലെങ്കിൽ അവിടുത്തെ ചായക്കടയിലെ ചേട്ടനും, പിന്നെ എന്താ പറയുക അവിടെ മീമിക്കാൻ വരുന്ന ചേച്ചിയുമായിട്ട് വരെ സംസാരിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുരയും 18-ാം പടിയും ഒക്കെ ഭയങ്കര ക്ലോസ് ആണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ ആ ഒരു ചാപ്റ്റർ മറക്കാൻ പറ്റുമെന്നുള്ളത്. ജീവിതകാലം മുഴുവൻ അത് കൂടെ ഉണ്ടാവും. കാരണം അത്ര ഒരു നമുക്ക് ഭയങ്കര റിസീവിങ് വേണമല്ലോ ബേസിക്കലി. അങ്ങനെ റിസീവ് ചെയ്ത് ഒരു കുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് അവിടെ ഉണ്ടാവും. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവിയായിരുന്നു. അതും എസ്പെഷ്യലി ബിഗ് ബി നിൽക്കുന്ന ഒരു ഇത്. അദ്ദേഹമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എന്താ? ഇല്ല, ബേസിക്കലി ആസ് ആൻ ആസ്പയറിങ് ആക്ടർ എനിക്ക് എന്താ പറയുക, മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ കണ്ണോട് കണ്ണു നോക്കി സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എനിക്ക് സാറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അതിൽ ഭയങ്കര ഇല്ലിറ്ററേറ്റ് ആണ്. ഓക്കെ, അവസാനത്തെ ഒരു ചോദ്യം, വാട്ട് ഈസ് ടോർക്ക്? പാളി. അത് പറയണോ? അത് പെട്ടെന്ന് വെച്ചിട്ടുണ്ടല്ലേ, പഠിച്ചതല്ലേ, എത്ര തുണ്ട് വെച്ചതാ? സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ ഓർത്ത് വെച്ചേനെ, പക്ഷെ മമ്മൂട്ടി സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പുള്ളിയെ നോക്കിയിരുന്നു. ശരി, ആയിക്കോട്ടെ, വളരെയധികം സന്തോഷം. ടോർക്കിന്റെ കഥ പറയുകയാണെങ്കിൽ 18-ാം പടി കാണണം കേട്ടോ. ഒരു കിഡിൽ സീക്വൻസ് ഉണ്ട് 18-ാം പടിയിൽ, ലാസ്റ്റിലേക്കാണ് പൊളിയാണ്. പിന്നെ പടം കണ്ട കറക്റ്റ് മനസ്സിലാവും. എല്ലാം വളരെ വ്യക്തമായിട്ട്. അത് ഞാനും അല്ല, ഒരു ഇപ്പോൾ വേറൊരാളും അല്ല,
മമ്മൂട്ടി സാറാണ് പഠിപ്പിക്കാൻ പോണത് വാട്ടർ സ്റ്റോർ. Yeah. കണ്ടിരിക്കണം അത്രേ. എല്ലാവരും കാണട്ടെ. ഞാൻ കണ്ടു, എനിക്കിഷ്ടമായി. ശങ്കർ സാറിൻ്റെ അടുത്ത് പറയണം. ആൻഡ് ഇനിയും നല്ല നല്ല പ്രൊജക്ട്സിൻ്റെ ഭാഗമാവാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ പ്രേയേഴ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.